കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ എത്തിച്ചേരുന്ന ദിവസമാണ്. രാത്രിയാണ് അദ്ദേഹത്തിന്റെ വരവ്. 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരും ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തെ BJP പ്രവർത്തകർ സ്വീകരിക്കും. നാളെ BJP സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നടക്കുന്ന ദിവസമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. വാർഡുതല നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ അഖിൽ പാലോട്ടുമടം പറയും. അഖിൽ, ഇന്ന് രാത്രിയോടുകൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിച്ചേരുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ എത്തിച്ചേരുകയാണ്. ഇന്ന് രാത്രിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക. ആഭ്യന്തരമന്ത്രിയെ BJP പ്രവർത്തകർ സ്വീകരിക്കും. എന്തായാലും അമിത്ഷായുടെ വരവ് BJP പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസവും ഒപ്പം ആവേശവും ഒക്കെ നൽകുന്നുണ്ട്. നാളെ BJP സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട്. വാർഡുതല നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അഖിൽ പാലോട്ടുമടമാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുക. അഖിൽ, വിവരം. രാഹി, ഗുഡ് മോർണിംഗ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം എന്ന് പറയുന്നത് വലിയ ആത്മവിശ്വാസം പകരുന്നതാണ്, വലിയ സന്തോഷം പകരുന്ന ദിവസമാണ്. കാരണം എനിക്ക് പുറകിൽ കാണുന്ന ഈ KG മാരാർ ഭവൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ആസ്ഥാനത്തിന് നാളെ ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. ഇവിടുത്തെ പ്രവർത്തനം ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. ഏകദേശം കേരളത്തിലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ സംസ്ഥാന കാര്യാലയമാണ് തിരുവനന്തപുരത്തെ BJPയുടെ സംസ്ഥാന കാര്യാലയം. എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടിയാണ് സംസ്ഥാന കാര്യാലയത്തിൻ്റെ പ്രവർത്തനം. നാളെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി BJPയുടെ മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ അമിത് ചന്ദ്ര ഷാ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. KG മാരാറിൻ്റെ പേരിലാണ് ഈ ഭവനം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കേരളത്തിലെ BJP 1980 ജനസംഘത്തിൽ നിന്നും BJPയിലേക്ക് എത്തുമ്പോൾ O രാജഗോപാലായിരുന്നു ആദ്യത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അതിനുശേഷം 1980 മുതൽ 82 വരെയായിരുന്നു O രാജഗോപാലിൻ്റെ കാലയളവ്. അതിനുശേഷം 1982 മുതൽ 87 വരെ 5 വർഷക്കാലമാണ് ഈ പാർട്ടിയെ KG മാരാർ നയിച്ചത്. ആദർശം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും വലിയ പ്രത്യയശാസ്ത്ര തത്വങ്ങൾ കൊണ്ടും പാർട്ടിക്ക് കേരളത്തിൽ വലിയ ഒരു അടിത്തറ പാകാൻ KG മാരാരുടെ കാലഘട്ടത്തിൽ തന്നെ BJPക്ക് സാധിച്ചു എന്നതാണ് BJPയെ പ്രത്യയശാസ്ത്രപരമായി കേരളത്തിൽ നെഞ്ചേറ്റിയ ഒരു കൂട്ടം ആൾക്കാർ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. 1982-87 കാലഘട്ടം എന്ന് പറയുന്നതൊക്കെ തന്നെ കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾക്ക് വലിയ രീതിയിൽ മാർക്സിസ്റ്റ് ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്നൊക്കെ തന്നെ വലിയ അക്രമങ്ങൾ, ഹിന്ദു വേട്ടകളടക്കം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ BJPയെ KG മാരാർ നയിക്കാൻ വരുന്നത്. 2 തവണയാണ് KG മാരാർ ഈ പാർട്ടിയെ നയിക്കുന്നത്. O രാജഗോപാലിന് ശേഷം KG മാരാർ എത്തുന്നു. അതിനുശേഷം K രാമൻപിള്ള സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു. 87 അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി K രാമൻപിള്ള എത്തുന്നത്. അതിനുശേഷം 92 മുതൽ 95 വരെയുള്ള 2 വർഷക്കാലവും KG മാരാർ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം KV ശ്രീധരൻ മാസ്റ്റർ എത്തുന്നു. അതിനുശേഷം CK പത്മനാഭൻ എത്തുന്നു. അതിനുശേഷം PK കൃഷ്ണദാസ് എത്തുന്നു. അതിനുശേഷം V മുരളീധരൻ എത്തുന്നു. അതിനുശേഷം ശ്രീധരൻ പിള്ള എത്തുന്നു. അതിനുശേഷം കുമ്മനം രാജശേഖരൻ എത്തുന്നു. അതിനുശേഷം K സുരേന്ദ്രൻ എത്തുന്നു. ഇടയ്ക്ക് വീണ്ടും 2 ടൈം ഒരിക്കൽ കൂടി ശ്രീധരൻ പിള്ള സാർ എത്തുന്നു. അതിനുശേഷം K സുരേന്ദ്രൻ എത്തുന്നു. ഇപ്പോൾ ഏറ്റവും 13ാമത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയെ നയിക്കുന്നത്. ആ 13ാമത്തെ സംസ്ഥാന അധ്യക്ഷന്റെ സമയത്താണ് പാർട്ടിക്ക് ഇത്തരത്തിലൊരു സംസ്ഥാന കാര്യാലയം കൂടി നിർമ്മാണമെത്തുന്നത്. K സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് പാർട്ടിക്ക് ഇത്തരത്തിലൊരു പുതിയ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വലിയ വിമർശനം കേരളത്തിൽ BJP ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമാണ് ഈ ഓഫീസിനകത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്ക് ആ ഓഫീസിനകത്തേക്ക് പോയാൽ ആദ്യം തന്നെ നമ്മൾ ഈ ഓഫീസിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വിശാലമായ ചില അറ്റകുറ്റപ്പണികൾ, ഏറ്റവും അവസാനത്തെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് BJPയുടെ സംസ്ഥാന കാര്യാലയത്തിനകത്തേക്ക്. ഇവിടെ ആദ്യം നമ്മൾ ഓഫീസിനകത്തേക്ക് കയറി പോകുമ്പോൾ വലതുവശത്ത് റിസപ്ഷൻ ഉണ്ടാകും. അവിടെ റിസപ്ഷനിലായിരിക്കും വരുന്ന മുഴുവൻ ആൾക്കാരും
ഇവിടേക്ക് എത്തുന്നത്. അതിന് അവിടെ തന്നെ ഈ റിസപ്ഷൻ കൗണ്ടറിൻ്റെ സൈഡിൽ തന്നെ പാർട്ടിയുടെ രണ്ടുപേരുടെ, ഈ പാർട്ടിയെ ഭാരതത്തിൽ വലിയ ആശയത്തോടു കൂടി നയിച്ച ദീനദയാൽ ഉപാധ്യായുടെയും ശ്യാമപ്രസാദ് മുഖർജിയുടെയും രണ്ട് ഛായാചിത്രങ്ങൾ, രണ്ട് വെങ്കലത്തിലുള്ള രണ്ട് പ്രതിമകൾ, രൂപങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഒന്ന് ശ്യാമപ്രസാദ് മുഖർജിയുടെയും മറ്റൊന്ന് ദീനദയാൽ ഉപാധ്യായുടെയുമാണ്. ഈ പാർട്ടിയെ നയിച്ച ആദർശം കൊണ്ട്, ഈ പാർട്ടിയെ നയിച്ച ആത്മവിശ്വാസം കൊണ്ട് ഈ പാർട്ടിയെ നയിച്ച രണ്ട് മഹാരഥന്മാരുടെ ആ ഛായാചിത്രങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഹാഷ്ടാഗോടുകൂടി വികസിത കേരളത്തിന് വേണ്ടിയിട്ടുള്ള BJPയുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഓഫീസാണ് നമുക്ക് ആദ്യം കാണുക. പിന്നീട് അവിടെ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഈ KG മാരാറുടെ പ്രതിമ, ഇവിടെയാണ് KG മാരാറുടെ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് നാളെ അമിത്ഷാ ഈ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക്, ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസമായിരുന്ന, ആദർശമായിരുന്ന, പ്രത്യയശാസ്ത്രത്തിൻ്റെ വഴികാട്ടിയായിരുന്ന, ആദർശ ദീപമായിരുന്ന KG മാരാറുടെ ഈ വെങ്കല പ്രതിമയായിരിക്കും നാളെ അദ്ദേഹം നാളെ ഈ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ടായിരിക്കും നാളെ ഈ അമിത്ഷാ ഈ പാർട്ടി ഓഫീസ് പ്രവർത്തകർക്കായി തുറന്നു കൊടുക്കുക. ഇത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള അഭയ കേന്ദ്രമായിരിക്കുമെന്ന് കഴിഞ്ഞ തവണ, അതായത് മോദി ആദ്യം അധികാരത്തിലെത്തുന്ന സമയത്ത് തന്നെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞത്, ഈ പാർട്ടി ഓഫീസുകളുമൊക്കെ തന്നെ പാർട്ടിയുടെ സർവ്വസന്നാഹങ്ങളുമെല്ലാം തന്നെ സാധാരണ പ്രവർത്തകർക്കുള്ള അഭയ കേന്ദ്രമായി മാറണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ നൽകിയത്. നേരത്തെ രാഹി സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാത്രി 10 മണിയോടുകൂടിയാണ് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുക. തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ ആയി നാളെ, അതായത് പാർട്ടി പ്രവർത്തകരെ 10 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹത്തെ വലിയ സ്വീകരണത്തോടു കൂടിയായിരിക്കും അദ്ദേഹത്തെ തിരുവനന്തപുരം പാർട്ടി കാര്യാലയത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ നാളെ രാവിലെ ഏകദേശം 11 മണിക്കാണ് ഈ പാർട്ടി ഓഫീസിൻ്റെ മറ്റു പൂജാകർമ്മങ്ങളും ഭദ്രദീപം തെളിയിക്കലും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണ്. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്തായാലും അത് നാളെ രാവിലെ 11 മണിക്ക് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാകും. അതിനു പിന്നാലെ തന്നെ ഏകദേശം 11:30 തന്നെ വാർഡ് തലത്തിലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തിൽ സംസാരിക്കുന്നുണ്ടാകും. ഈ കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ സജ്ജമാക്കുക, പാർട്ടിയുടെ കാഴ്ചപ്പാട് പ്രവർത്തകർക്ക് മുന്നിൽ വെക്കുക, പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്, പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്താണ് എന്ന പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും നാളെ അദ്ദേഹം സംസാരിക്കുക. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങും. ഏകദേശം 4:30 കണ്ണൂരിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ, ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാദേവന്റെ വെങ്കല പ്രതിമയ്ക്ക് മുമ്പിൽ അദ്ദേഹം പ്രണാമം ചെയ്തതിനു ശേഷം രാത്രിയോടുകൂടിയായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക. ഇപ്പോൾ ഇങ്ങനെയാണ് അമിത്ഷായുടെ കേരളത്തിലേക്കുള്ള വരവിൻ്റെ ഒരു പ്രോഗ്രാം ചാർട്ടുള്ളത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന BJPയുടെ സംസ്ഥാന കാര്യാലയം, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരിൽ യശസ്വീര്യനായ KG മാരാറിൻ്റെ നാമധേയത്തിലുള്ള പാർട്ടി പ്രവർത്തകരുടെ അഭയകേന്ദ്രമായ ഈ KG മാരാർ ഭവൻ നാളെ കേരളത്തിൻ്റെ പ്രവർത്തകർക്കു വേണ്ടി, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നു കൊടുക്കുന്നുണ്ടാകും. ഇതിൽ ഭദ്രദീപം തെളിയിക്കുന്നുണ്ടാകും. രാഹി, അഖിൽ പറഞ്ഞത് തന്നെയാണ് വീണ്ടും ചൂണ്ടിക്കാണിക്കാനുള്ളത്. അമിത്ഷാ നാളെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ഒട്ടും തന്നെ ചെറുതല്ല, വലിയ ആവേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് സമ്മാനിക്കുന്നത്, അല്ലേ? കാരണം എത്രത്തോളം, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ എവിടെ? KG മാരാർ ഭവൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനഘട്ട ഒരുക്കുപണികളൊക്കെ തന്നെ ഈ സംസ്ഥാന കാര്യാലയത്തിൽ നടക്കുന്നുണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ പുത്തരിക്കണ്ട മൈതാനത്തിലാണ് പാർട്ടി പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അവിടെയും ഒരുക്കങ്ങൾ ഏറ്റവും അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 10,000-ഓളം വരുന്ന ഈ ജില്ലയിലെ, അതായത് തിരുവനന്തപുരം മേഖലയിലെ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള വാർഡ് തല നേതാക്കളുടെ, വാർഡ്
വാർഡ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും ഒരു നേതൃസംഗമമാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ വാർഡ് തല ഉപരി കാര്യകർത്താക്കൾ പങ്കെടുക്കുന്നുണ്ടാകും. വാർഡ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും, പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, മണ്ഡലം ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയ കാര്യകർത്താക്കളായിരിക്കും അതിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ വാർഡിൻ്റെയൊക്കെ തന്നെ ഇൻചാർജുമാരും ഈ നേതൃസംഗമത്തിൽ പങ്കെടുക്കാൻ ഉള്ള സാധ്യതയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എല്ലാ തവണയും അമിത്ഷായുടെ വരവ് വലിയ ആവേശം തരുന്നതാണ്. കാരണം രാഷ്ട്രീയമായ നിലപാട് പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും നിർണായകമായ വേദിയാവുക അമിത്ഷായുടെ പ്രസംഗ വേദി തന്നെയായിരിക്കും. കാരണം കേരളത്തിൻ്റെ സമകാലികമായ രാഷ്ട്രീയം എല്ലാം തന്നെ തുറന്നു കാട്ടുകയും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതുമായിരിക്കും അമിത്ഷാ കേരളത്തിൽ നടത്തിയ എല്ലാ പ്രസംഗങ്ങളും നമുക്ക് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ അറിയാൻ സാധിക്കുന്നതാണ്. എന്തായാലും നാളെ അമിത്ഷാ കേരളത്തിലെ പ്രവർത്തകർ മുമ്പിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും ആ തരത്തിലുള്ള ഒരു പ്രസംഗം തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പാർട്ടി വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഓരോ ജില്ലകളിലും പ്രത്യേകമുള്ള ആക്ഷൻ പ്ലാനുമായാണ് കേരളത്തിൻ്റെ വികസനം മാത്രം മുൻനിർത്തിയുള്ള ഒരു അജണ്ടയാണ്. കേരളത്തിൽ കാലങ്ങളായി ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പിനെതിരെ ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ വികസന കേരളത്തിൻ്റെ ആ മുദ്രയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും നാളെ അമിത്ഷായും കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എന്തായാലും സംശയമില്ല. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന ഒരു ഹീറോയിൻ ആണ്. അപ്പോൾ ആ ഹീറോയെ സ്വീകരിക്കാൻ കേരളത്തെ പാർട്ടി പ്രവർത്തകർ സജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഖി, അഖിൽ, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തുള്ള ദിവസമാണ് നാളെ. എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ? രാഹി, ആഭ്യന്തരമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി വരികയാണ്. ഇന്നലെ മുതൽ തന്നെ SPG അടക്കമുള്ള കേന്ദ്രസേനകൾ അവിടെ സംസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുക. അവിടെ നിന്നും അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലായിരിക്കും അദ്ദേഹം താമസിക്കുക. അതിനുശേഷമായിരിക്കും അദ്ദേഹം അവിടുന്ന് കാറ് മാർഗമാണ് ഈ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തുക. ഈ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് അദ്ദേഹം റോഡ് മാർഗം തന്നെയാണ് ഈ അരിസ്റ്റോ ജംഗ്ഷനിലെ മാരാർജി ഭവനിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോവുക. അതുകൊണ്ട് തന്നെ റോഡുകളിലും അതുപോലെ തന്നെ മറ്റു അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴികളിലുമെല്ലാം തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്ത് നാളെ അതീവ ജാഗ്രതയോടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഹി.